Hi dear students, Basic Accounting Open Course in the class നമ്മളിവിടെ ഈ ഒരു വീഡിയോയിലൂടെ ആരംഭിക്കുകയാണ്. Accounting എന്ന് പറയുമ്പോൾ എന്താണ്? What is the meaning of accounting? Or what about the evolution of the concept accounting? Accounting is regarded as the language of business. What a language is doing, a language is a medium for communication. In the same way, accounting is the language of business as it communicates results of business operations to various interested parties. Accounting എന്നൊരു ലാംഗ്വേജ് ആണ്, ബിസിനസിൻ്റെ ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഏതൊരു ലാംഗ്വേജിൻ്റെയും പർപ്പസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസിൻ്റെ ഓപ്പറേഷൻസ്, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലം എന്താണെന്നുള്ളത് വിവിധങ്ങളായിട്ടുള്ള ആ ബിസിനസ്സിൽ താല്പര്യമുള്ള വ്യക്തികളെ അറിയിക്കുക, അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ് ചെയ്യുന്ന ധർമ്മം. ആ ഒരു സെൻസിൽ നമുക്ക് അക്കൗണ്ടിങ്ങിനെ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് പറയാൻ പറ്റും. അക്കൗണ്ടിങ് ഈസ് നോട്ട് എ ന്യൂവർ കോൺസെപ്റ്റ്. ദിസ് കോൺസെപ്റ്റ് ഈസ് ആസ് ഓൾഡ് ആസ് മണി ഇറ്റ് സെൽഫ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പുതിയ കോൺസെപ്റ്റ് ഒന്നുമല്ല. നമ്മൾ മോണിറ്ററി ടേംസിൽ എന്ത് കാര്യങ്ങളെ വിലയിരുത്താൻ തുടങ്ങിയിട്ടുണ്ടോ ആ കാലം മുതലേ അക്കൗണ്ടിങ് ഉണ്ട്. നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ഇക്കണോമിക് സിസ്റ്റംസ് എല്ലാം നമുക്കറിയാം. ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനെല്ലാം മാറി നമ്മൾ മോണിറ്ററി കോൺസെപ്റ്റിലേക്ക് നമ്മൾ എന്ന് മാറിയിട്ടുണ്ടോ ആ കാലം മുതൽ തന്നെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റും നിലനിൽക്കുന്നുണ്ട്. ഒരിക്കലും അക്കൗണ്ടിങ് ഒരു പുതിയ കോൺസെപ്റ്റ് അല്ല എന്ന് ചുരുക്കം. ഇന്ത്യയിലും നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ദർ ആർ ആഡിക്വേറ്റ് എവിഡൻസസ് ഓഫ് സിസ്റ്റമാറ്റിക് അക്കൗണ്ടിങ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ആൻഷ്യന്റ് പീരിയഡ്. ഇന്ത്യയിൽ വളരെ പ്രാചീന കാലം മുതൽ തന്നെ സിസ്റ്റമാറ്റിക് അക്കൗണ്ടിങ് മെത്തേഡ്സ് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒട്ടനവധി തെളിവുകൾ നമുക്ക് ലഭ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ കൗടില്യയുടെ അർത്ഥശാസ്ത്ര ഈസ് നോട്ട് മെന്റ് ഫോർ politics and economics, but it also explains the art of account keeping. കൗടില്യയുടെ അർത്ഥശാസ്ത്രയിൽ പൊളിറ്റിക്സിനെ കുറിച്ചും ഇക്കണോമിക്സിനെ കുറിച്ചും പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ സിസ്റ്റമാറ്റിക്കായ ഒരു അക്കൗണ്ട് കീപ്പിങ്ങിനെ കുറിച്ചുമുള്ള പരാമർശം അർത്ഥശാസ്ത്രക്കാർക്കുണ്ട്. എന്ന് പറയുമ്പോൾ അത്തരം പുരാതന കാലം മുതൽക്ക് തന്നെ ഇന്ത്യയിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ അക്കൗണ്ടിങ് മെത്തേഡുകൾ ബിസിനസ് ഓപ്പറേഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ മോഡേൺ അക്കൗണ്ടിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന മോഡേൺ അക്കൗണ്ടിങ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് നമ്മൾ മോഡേൺ അക്കൗണ്ടിങ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ലൂക്കാ പാസിയോളി, an Italian who developed the concept of modern accounting in the year 1494. ഒരു ഇറ്റാലിയൻ ആയിട്ടുള്ള ലൂക്കാ പാസിയോളി എന്ന് പറയുന്ന ആളാണ് 1494 മോഡേൺ അക്കൗണ്ടിങ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ബുക്കിനകത്താണ് ഏറ്റവും ആദ്യമായിട്ട് ഈ മോഡേൺ അക്കൗണ്ടിങ്ങിൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. സ്റ്റിൽ വി ആർ ഫോളോയിങ് ദി ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. നമ്മൾ ഇന്നും വളരെ അധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെത്തേഡ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ മോഡേൺ അക്കൗണ്ടിങ്ങിൻ്റെ ഫാദർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സേ ലൂക്കാ പാസിയോളി ഈസ് ദി ഫാദർ ഓഫ് മോഡേൺ അക്കൗണ്ടിങ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ടേം ബുക്ക് കീപ്പിംഗ്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ബുക്ക് കീപ്പിംഗ് ഈസ് ദി റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ബിസിനസ് ട്രാൻസാക്ഷനുകളെ, ബിസിനസിൻ്റെ ഇടപാടുകളെ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസിനസിൻ്റെ എല്ലാ ഇടപാടുകളെയും കൃത്യമായി രേഖപ്പെടുത്തി വെക്കുക, ചിട്ടയോടുകൂടി രേഖപ്പെടുത്തി വെക്കുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബുക്ക് കീപ്പിംഗ് ക്യാൻ ബി റെഫർഡ് ആസ്, ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് science and art of correctly recording in books of accounts all those transactions that results in transfer of money or money's worth. എന്താണ് ബുക്ക് കീപ്പിംഗിൻ്റെ ഡെഫിനിഷൻ? ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ശരിയായ ബിസിനസ് ട്രാൻസാക്ഷനുകളെ, എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനുകളെയും, ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ അർത്ഥം
all those transactions that results in transfer of money or money's worth. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ പണത്തിന്റെ മൂല്യത്തെയോ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, അതിന് കാരണമാകുന്നുണ്ടെങ്കിൽ, ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അവിടെ നമ്മൾ പണം കൈമാറുന്നുണ്ടെങ്കിൽ, ഇനി പണമല്ലെങ്കിൽ പണത്തിന്റെ മൂല്യമുള്ള വേറെ എന്തെങ്കിലും പണത്തിന് പകരമായി കൈമാറുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ മോണിറ്ററി ട്രാൻസാക്ഷൻ എന്ന് പറയാം. അപ്പൊ അങ്ങനെ മണി അല്ലെങ്കിൽ മണീസ് വർത്ത് ഉള്ള ട്രാൻസ്ഫറിന് കാരണമാകുന്ന ട്രാൻസാക്ഷൻസ് ഏതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അതിനെന്ത് ചെയ്യണം, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണം. അങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്ന ആ കലയെ, ആ ശാസ്ത്രത്തെയാണ് നമ്മൾ എന്ത് പറയാം, ബുക്ക് കീപ്പിംഗ് എന്ന് പറയാം. ബുക്ക് കീപ്പിംഗ് ഈസ് ബോത്ത് സയൻസ് ആൻഡ് ആൻ ആർട്ട്. നെക്സ്റ്റ്, അക്കൗണ്ടിങ്. ഹൗ ക്യാൻ വി ഡിഫൈൻ ദ ടേം അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ടേം നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? വളരെ പ്രധാനപ്പെട്ട അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും പോപ്പുലറായ ഡെഫിനിഷനാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൗ ക്യാൻ വി ഡിഫൈൻ ദ ടേം അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് ഈസ് ഡിഫൈൻഡ് ആസ് the art of recording, classifying, summarizing, analyzing and interpreting the financial transactions and communicating the results thereof to the persons interested in such information. This definition is very comprehensive. വളരെ കോംപ്രഹെൻസീവ് ആയ ഒരു ഡെഫിനിഷനാണ് ഇത്. അക്കൗണ്ടിങ്ങിന്റെ മുഴുവൻ മീനിങ്ങും ഈ ഒരു ഡെഫിനിഷനകത്ത് വരുന്നുണ്ട്. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. റെക്കോർഡ് ചെയ്യുന്ന ഒരു കലയാണ്. ദിസ് ഇസ് ആൻ ആർട്ട് ഓഫ് ക്ലാസിഫൈ ചെയ്യുന്ന ഒരു കലയാണ്. ആർട്ട് ഓഫ് സമ്മറൈസ് ചെയ്യുന്ന ഒരു കലയാണ്. അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്, അനലൈസ് ചെയ്യുന്ന, അതുപോലെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളെ റെക്കോർഡ് ചെയ്യുന്ന, ക്ലാസിഫൈ ചെയ്യുന്ന, സമ്മറൈസ് ചെയ്യുന്ന, അനാലിസിസും ഇന്റർപ്രിട്ടേഷനും ചെയ്യുന്ന ഒരു ആർട്ടാണ് അക്കൗണ്ടിങ്. അവസാനിക്കുന്നില്ല. The result of these recording, classification, summarization, analysis, etc. how to be communicated to the persons interested in such information. ഈ വിവരങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്റെയും ബിസിനസിന്റെ റിസൾട്ടും അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അക്കൗണ്ടിങ്ങിനകത്ത് വരിക. അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ്ങിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡെഫിനിഷൻ കാണാൻ സാധിക്കും. ഒന്ന്, റെക്കോർഡിംഗ് ആണ്. ബിസിനസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യണം. രണ്ട്, അത് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ഇതിന് നമ്മൾ വിവിധ ഗ്രൂപ്പുകളായിട്ട് മാറ്റണം. അത് നമ്മൾ സമ്മറൈസ് ചെയ്യണം. അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് മാറ്റണം. എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യണം. എന്നിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യണം. ഈ ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റിസൾട്ട് എന്താണോ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആ ബിസിനസ്സിൽ താല്പര്യമുള്ള ആളുകളിലേക്ക് എത്തിക്കണം. ഇത്രയും കാര്യങ്ങൾ അക്കൗണ്ടിങ്ങിലൂടെ ചെയ്യുന്നുണ്ട്. അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ്ങും അക്കൗണ്ടൻസിയും സാധാരണ ഇന്റർചേഞ്ചബിൾ യൂസ് ചെയ്യുന്ന ടേമുകളാണ്. പരസ്പരം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അക്കൗണ്ടൻസി രണ്ടും പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ അക്കൗണ്ടൻസിയും അക്കൗണ്ടിങ് എന്നും പറയാറുണ്ട്. അപ്പം നമുക്ക് ഏകദേശം രണ്ടും ഒന്ന് തന്നെയാണെങ്കിലും ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. അക്കൗണ്ടൻസിയും അക്കൗണ്ടിങ്ങും തമ്മിൽ നേരിയ വ്യത്യാസമുണ്ട്. എന്താണ് അക്കൗണ്ടിങ്ങിന്റെയും അക്കൗണ്ടൻസിയുടെയും വ്യത്യാസം? അതിനു മുമ്പായി, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അക്കൗണ്ടൻസി? അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി വി ക്യാൻ സേ അക്കൗണ്ടൻസി ഈസ് ദ സയൻസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ സയൻസ് ആണ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ. അക്കൗണ്ടിങ് ശാസ്ത്രം, അതിനാണ് നമ്മൾ അക്കൗണ്ടൻസി എന്ന് പറയാം. Accountancy is an academic discipline like any other academic disciplines like physics, economics, statistics, etc. അക്കൗണ്ടൻസി എന്ന് പറയുന്നതും ഒരു ഡിസിപ്ലിനാണ്. ഫിസിക്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഫിസിക്സ് ഒരു ശാസ്ത്രശാഖയാണ്. ഇക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രശാഖയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ, അതുപോലെ തന്നെയുള്ള ഒരു ഡിസിപ്ലിനാണ്, അക്കാഡമിക് ഡിസിപ്ലിനാണെന്ത് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഈ സയൻസ് ഓഫ് അക്കൗണ്ടിങ്. എന്താണ് പിന്നെ അക്കൗണ്ടിങ്ങും അക്കൗണ്ടൻസിയും തമ്മിലുള്ള വ്യത്യാസം? അക്കൗണ്ടൻസി ടെൽസ് അസ് വൈ ആൻഡ് ഹൗ ടു മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് ഹൗ ടു സമ്മറൈസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടൻസിക്കകത്ത് പറയുന്ന എന്താണ്, നമ്മൾ എങ്ങനെ, എന്തുകൊണ്ട്, ഏത് രീതിയിൽ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മൾ എങ്ങനെയാണ് ഒരു ബിസിനസിന്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ട്സിനെ എങ്ങനെ സമ്മറൈസ് ചെയ്യണം, അതിനെ എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഈ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന
ഒരു ഡിസിപ്ലിനാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ് അക്കൗണ്ടൻസിക്കകത്ത് പറയുന്നത്. അല്ലെങ്കിൽ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു തിയറിയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന അക്കൗണ്ടിങ് വർക്കിൻ്റെ തിയററ്റിക്കൽ കോൺസെപ്റ്റാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അതിൽ പറയുന്നു നമ്മൾ എങ്ങനെ ഏതെല്ലാം പ്രൊസീജിയർ ഉപയോഗിക്കണം, എങ്ങനെയൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യണം, എങ്ങനെയെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നെല്ലാം തന്നെ അക്കൗണ്ടൻസിക്കകത്ത് പറയുന്നു. ഇനി അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ എന്താണ്? അക്കൗണ്ടിങ് ഈസ് ദി ആക്ച്വൽ പ്രോസസ് ഓഫ് ഡൂയിങ് അക്കൗണ്ടൻസി. അക്കൗണ്ടൻസിയിൽ പറയുന്ന കാര്യങ്ങളെ ആക്ച്വലി പെർഫോം ചെയ്യുമ്പോൾ അതിനാണ് അക്കൗണ്ടിങ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻസിക്കകത്ത് കാണുന്ന പ്രിൻസിപ്പിൾസും അതിൻ്റെ പ്രൊസീജിയേഴ്സും മെത്തേഡ്സും എല്ലാം നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുമ്പോൾ ആ പ്രോസസ്സാണെന്ത്? അക്കൗണ്ടിങ്. സോ ദി ആക്ച്വൽ പ്രോസസ് ഓഫ് ഡൂയിങ് അക്കൗണ്ടൻസി ഈസ് കോൾഡ് അക്കൗണ്ടിങ്. അപ്പോൾ ഇതാണ് അക്കൗണ്ടൻസിയും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ആ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമെന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആട്രിബ്യൂട്ട്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ആ ഡെഫിനിഷനകത്ത് തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ വിവിധ ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാമാണ് അക്കൗണ്ടിങ്ങിൻ്റെ ആട്രിബ്യൂട്ട്സ്? ദി ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബിസിനസ് ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് വരുന്ന കാര്യം. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ കേസ് എടുക്കുക, ഒരു കസ്റ്റമർക്ക് നമ്മൾ 100 രൂപയുടെ പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? അതിന് നമ്മൾ റെക്കോർഡ് ചെയ്യും. നമ്മുടെ ബുക്കിനകത്തേക്ക് നമ്മളതിനെ എഴുതി വെക്കും, രേഖപ്പെടുത്തും, അല്ലേ? അപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ, ഒരു ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷനുള്ള ഒരു ട്രാൻസാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതിനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യുന്ന ഒരു ബുക്കുണ്ട് അക്കൗണ്ടിങ്ങിനകത്ത്. അതിന് വിളിക്കുന്ന പേരാണ് ജേണൽ എന്ന് പറയുന്നത്. അപ്പോൾ ജേണൽ എന്ന ബുക്കിനകത്താണ് നമ്മൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് ചെയ്യാറുള്ളത്. രണ്ടാമത്തെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ആർട്ട് ഓഫ് ക്ലാസിഫൈയിങ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ്. ബിസിനസ് ട്രാൻസാക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യണം, ക്ലാസിഫിക്കേഷനാണ്. ഇപ്പോൾ ഒരു ദിവസം തന്നെ ഒരു ബിസിനസ്സിനകത്ത് ഒരുപാട് ട്രാൻസാക്ഷനുകൾ ഉണ്ടാവും. നമ്മൾ പല കസ്റ്റമർക്കും നമ്മൾ വിൽക്കുന്നുണ്ടാവും, നമ്മൾ പല സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവും, അങ്ങനെ പല ട്രാൻസാക്ഷനുകളും ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മളിങ്ങനെ ബേസിക്കലായിട്ട് നമ്മളൊരു ബുക്കിനകത്ത് ജേണലിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇത് നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം, ട്രാൻസാക്ഷൻ്റെ ബേസിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ സെയിൽസ്, കസ്റ്റമേഴ്സിൻ്റെ സെയിൽസിൻ്റെ കേസ് എടുത്താൽ തന്നെ അതിനകത്ത് 2 ടൈപ്പ് സെയിൽസ് ഉണ്ടാവും. ക്യാഷ് സെയിൽസ് ഉണ്ടാവും, ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ക്യാഷ് സെയിൽസിനെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് മാറ്റണം, ക്ലാസിഫൈ ചെയ്യണം. ക്രെഡിറ്റ് സെയിൽസിനെ വേറെ ഗ്രൂപ്പ് ആക്കിയിട്ട് മാറ്റണം. പർച്ചേസ് ഉണ്ടാവും, പർച്ചേസ് നമ്മൾ വേറെ ഗ്രൂപ്പായിട്ട് മാറ്റണം. കസ്റ്റമേഴ്സ് ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നുണ്ടാവും, സെയിൽസ് റിട്ടേൺസ് ഉണ്ടാവും, അതിന് നമ്മൾ വേറെ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യണം. അപ്പം അങ്ങനെ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷനുകളെ, നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെട്ട കാര്യങ്ങളെ അതിൻ്റെ നേച്ചർ അനുസരിച്ച് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യുന്ന ലെഡ്ജർ എന്ന് പറയുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ബുക്കിനകത്താണ്. മൂന്നാമത്തെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. അക്കൗണ്ടിങ് ഡീൽസ് ഓൺലി വിത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ട് മാത്രമേ അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഒരു ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ഉണ്ടാവണം, ഫിനാൻഷ്യൽ റിസൾട്ട് ഉണ്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസ്ഫർ ഓഫ് മണി ഓർ മണീസ് വെർത്ത് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും പണത്തിൻ്റെ, ക്യാഷിൻ്റെ അല്ലെങ്കിൽ മോണിറ്ററി ഫോമിലുള്ള ഒരു ഇടപാട് നടന്നിരിക്കണം. അതല്ലെങ്കിൽ മോണിറ്ററി ഫോമിൽ അല്ലെങ്കിൽ മോണിറ്ററി വാല്യൂ ഉള്ള ഒരു ഇടപാട് നടന്നിരിക്കണം. എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഇപ്പോൾ നമ്മളൊരു കസ്റ്റമർക്ക് നമ്മൾ ക്യാഷിന് 1000 രൂപയുടെ ഗുഡ്സ് വിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുണ്ട്? 1000 രൂപയുടെ മോണിറ്ററി ട്രാൻസാക്ഷൻ ഉണ്ട്. നമ്മൾ 1000 രൂപയുടെ ഗുഡ്സ് കടമായി വിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയും മോണിറ്ററി ട്രാൻസാക്ഷൻ ഉണ്ട്. നമുക്ക് ക്യാഷ് കിട്ടിയിട്ടില്ലെങ്കിലും അവിടെ ഒരു ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ മോണിറ്ററി വർത്ത് ഉണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ മാത്രമേ അക്കൗണ്ട്സിനകത്ത് ഡീൽ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ആർട്ട് ഓഫ് സമ്മറൈസിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ സമ്മറൈസേഷൻ ആണ് അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. സമ്മറൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ അതിൻ്റെ മോണിറ്ററി ടേംസിലുള്ള കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ ഗ്രൂപ്പുകൾ ഉണ്ടാവും, അല്ലേ? പർച്ചേസ് ഉണ്ടാകും, പർച്ചേസ് റിട്ടേൺസ് ഉണ്ടാകും, സെയിൽസ് ഉണ്ടാകും, സെയിൽസ് റിട്ടേൺസ് ഉണ്ടാകും, ക്യാഷ് സെയിൽസ് ഉണ്ടാകും, ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ഒരുപാട് ഗ്രൂപ്പുകൾ നമുക്കുണ്ടാവും. അപ്പോൾ ഒരു വലിയ ഡാറ്റ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും.
ഇത്രയും വലിയ ഡാറ്റ നമുക്ക് ഒരിക്കലും പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യണം? അതൊന്ന് സമ്മറൈസ് ചെയ്യണം. അതിനെ നമ്മൾ ഒന്ന് ചുരുക്കി കൊണ്ടുവന്ന് ഒരു പ്രസന്റബിൾ ഫോർമാറ്റിലേക്ക് മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട് നമ്മുടെ അക്കൗണ്ട്സിനകത്ത്. അതിലൊന്ന് ട്രയൽ ബാലൻസ് ആണ്. ഈ ഗ്രൂപ്പുകളെല്ലാം തന്നെ ഏറ്റവും അതിന്റെ എൻഡ് റിസൾട്ട് മാത്രം, ഇപ്പോൾ പർച്ചേസ്, ക്രെഡിറ്റ് പർച്ചേസ് ഒറ്റ എമൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അതുപോലെ തന്നെ ക്യാഷ് പർച്ചേസ് ഒറ്റ എമൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസാക്ഷനുകളെ സമ്മറൈസ് ചെയ്തിട്ട് അവതരിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് കഴിഞ്ഞാൽ ബിസിനസ്സിനകത്ത് പ്രോഫിറ്റോ ലോസോ ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, P&L അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ബാലൻസ് ഷീറ്റ് ഒരു ബിസിനസിന്റെ അസറ്റ്സും ലയബിലിറ്റീസും എന്തൊക്കെയാണെന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഇത് മൂന്ന് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സമ്മറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കണം. അതാണ് സമ്മറൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡൺ ഇൻ ദി ഫോം ഓഫ് ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. നെക്സ്റ്റ് വൺ, ആർട്ട് ഓഫ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ്. നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ബാലൻസ് ഷീറ്റോ നമ്മളൊരു വർഷത്തേക്കുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് മീനിങ് ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2019 ബിസിനസിന്റെ പ്രോഫിറ്റ് 50,000 രൂപയാണ് എന്നുള്ള ഒരു ഫിഗർ കൊടുത്തത് കൊണ്ട് മാത്രം പ്രത്യേകിച്ച് ഗുണമൊന്നും ആർക്കുണ്ടാവുന്നില്ല, അത് വായിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്നില്ല. അതേസമയത്ത് നമ്മൾ അവരോട് പറയാം 2019 പ്രോഫിറ്റ് 50,000 രൂപയാണ്, തൊട്ടു മുമ്പുള്ള 2018 പ്രോഫിറ്റ് 30,000 രൂപയായിരുന്നു എന്ന് പറയുമ്പോൾ എന്ത് മീനിങ് വന്നു? 30,000 രൂപ ഉണ്ടായിരുന്ന 2018 പ്രോഫിറ്റ് 50,000 രൂപയായിട്ട് കൂടി എന്ന് പറയുമ്പോൾ ₹20,000 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഇൻഫർമേഷൻ ഉണ്ട് അല്ലേ. അപ്പൊ ഒരിക്കലും നമ്മൾ ട്രയൽ ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ബാലൻസ് ഷീറ്റോ ഒരു വർഷത്തേക്കുള്ളത് മാത്രം കൊടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും അതിന്റെ യൂസേഴ്സിന് കിട്ടുന്നില്ല. അതേസമയം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അനലൈസ് ചെയ്യാണ്. നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പല ടൂളുകൾ ഉപയോഗിക്കും. റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിക്കും, പെർസെൻറ്റേജസ് അനാലിസിസ് നമ്മൾ ഉപയോഗിക്കും. അങ്ങനെ ഒരുപാട് ടൂളുകൾ അക്കൗണ്ട്സിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ടൂൾസ് എല്ലാം ഉപയോഗിച്ച് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നു. സെയിൽസിന്റെ എത്ര ശതമാനം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, നമ്മൾ മുടക്കിയ ക്യാപിറ്റലിന്റെ എത്ര പെർസെന്റ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലെ, കഴിഞ്ഞ വർഷവുമായി കമ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് എത്ര രൂപ കൂടിയിട്ടുണ്ട്, അസറ്റ്സിൽ എന്ത് മാറ്റമാണ് കഴിഞ്ഞ വർഷവുമായി കമ്പയർ ചെയ്ത് വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് ഒരു ഇന്റർപ്രിട്ടേഷൻ അതിനുണ്ടാവും അല്ലെ, ഒരു റിസൾട്ട് ഉണ്ടാവും. അത് എടുക്കുക എന്നുള്ളതാണ് അടുത്ത ആട്രിബ്യൂട്ട്, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി ട്രാൻസാക്ഷൻസ്. അവസാനമായിട്ട് വരുന്ന ആട്രിബ്യൂട്ട് ആണ് കമ്മ്യൂണിക്കേറ്റ്സ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ടു ദി ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ഏറ്റവും അവസാനം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം എന്താണോ, നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ എന്താണോ, റിസൾട്ട് എന്താണോ, അത് നമ്മൾ എന്ത് ചെയ്യണം? ആ ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള താല്പര്യമുള്ള കക്ഷികളുണ്ടാവും, ആളുകളുണ്ടാവും, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരിലേക്ക് നമ്മൾ അതിനെ എത്തിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടിങ്ങിനകത്ത് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഡെഫിനിഷനകത്ത് കണ്ട കാര്യങ്ങൾ തന്നെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന പേരിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ 6 പോയിന്റുകൾ. നെക്സ്റ്റ്, ഹു ആർ ദി ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. നമ്മൾ ഡെഫിനിഷനകത്തും പറഞ്ഞു, ലാസ്റ്റ് ആട്രിബ്യൂട്ട്സ് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടു ഇൻട്രസ്റ്റഡ് യൂസേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. അപ്പൊ ആരൊക്കെയാണ് ഒരു ബിസിനസിന്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ താല്പര്യമുള്ള അതിന്റെ യൂസേഴ്സ് ആരൊക്കെയാണ്, പാർട്ടീസ് ആരൊക്കെയാണ്? ഒന്ന് അതിന്റെ ഓണേഴ്സ് ആണ് അല്ലെ. തീർച്ചയായിട്ടും ഓണേഴ്സ് എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആവാം, അല്ല അതിലുള്ള പാർട്ട്നേഴ്സ് ഒക്കെ ആവാം. അവര് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളാണ്, അവർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. ബിസിനസിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ അതിന്റെ ഓണേഴ്സ് തന്നെയാണ്. രണ്ടാമത് അതിന്റെ മാനേജ്മെന്റ് ആണ് അല്ലെ. അതിന്റെ എല്ലാ പോളിസിയും ഫോർമുലേറ്റ് ചെയ്യുന്ന, അതിന്റെ എല്ലാ പ്ലാനുകളും ഉണ്ടാക്കുന്ന മാനേജ്മെന്റ് എന്ന് പറയുന്ന ടീമിന് അക്കൗണ്ടിങ്ങിന്റെ റിസൾട്ട് കിട്ടേണ്ടതുണ്ട്. മൂന്നാമത് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. നമ്മൾ കുറെ ആളുകൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാൻ വേണ്ടിയോ ഒരു ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയോ കാത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്തറിയണം? ആ ബിസിനസ്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടുമോ, അത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ആണോ, അവിടുത്തെ മറ്റുള്ള ടേൺ ഓവറിന്റെ കേസ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ആർക്ക് അറിയേണ്ടി വരും? ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടാവും, അവർക്ക് അത് ഈ വിവരങ്ങളിൽ താല്പര്യമുണ്ടാവും. ക്രെഡിറ്റേഴ്സ് ആൻഡ് ബാങ്കേഴ്സ് അല്ലെ, ബിസിനസ്സിന് കടം കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. കടം കൊടുത്തിട്ടുള്ള സാധനങ്ങളും പണവും ഒക്കെ കടം കൊടുത്തിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പൊ ബാങ്കുകളൊക്കെ ഉണ്ടാവും, ലോൺ കൊടുത്ത ബാങ്കുകളൊക്കെ ഉണ്ടാവും. ബാങ്കിന് താല്പര്യം ഉണ്ടാവും, കാരണം ബാങ്കിന് അറിയണം അതിന്റെ ബാങ്ക് കൊടുത്തിട്ടുള്ള ലോണ് തിരിച്ച് തരാനുള്ള കഴിവ് ഈ ബിസിനസ് സ്ഥാപനത്തിനുണ്ടോ, അവർക്ക് അതിനുള്ള ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഉണ്ടോ.
റീപേയിങ് കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് ബാങ്കുകൾ അനലൈസ് ചെയ്യും. ബാങ്കിന് ഈ വിഷയത്തിൽ പ്രത്യേക താല്പര്യം ഉണ്ടാവും. എംപ്ലോയീസും താല്പര്യം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും എംപ്ലോയീസ്, ഒരു ബിസിനസ് സ്ഥാപനം പ്രോസ്പർ ചെയ്യുന്ന ബിസിനസ് സ്ഥാപനമാണ്, ഗ്രോത്തുള്ള ബിസിനസ് സ്ഥാപനമാണെങ്കിൽ, ബിസിനസിന്റെ പ്രോഫിറ്റ് നല്ല രീതിയിൽ കൂടുന്നുണ്ടെങ്കിൽ എംപ്ലോയീസും താല്പര്യം ഉണ്ടാവും. കാരണം അവരും അതിന്റെ ഒരു ഭാഗമാണ്. അവരുടെ പ്രവർത്തനത്തിന്റെ കൂടെ ഭാഗമായിട്ടാണ് ആ ബിസിനസിന്റെ റിസൾട്ട് കൂടുന്നത്, അതിന് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അത് അവർക്ക് അറിയേണ്ടി വരും. മാത്രമല്ല അവരുടെ വേജോ സാലറിയോ കൂട്ടാൻ വേണ്ടി അവർക്ക് ആവശ്യപ്പെടാൻ, ഡിമാൻഡ് ചെയ്തതിന് വേണ്ടി ചിലപ്പോൾ അവരെന്ത് ചെയ്യും, ബിസിനസിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് താല്പര്യത്തോടെ അവർ വീക്ഷിക്കും. നെക്സ്റ്റ് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന് വളരെ താല്പര്യമുള്ള ഒരു പാർട്ടിയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ടാക്സേഷന് വേണ്ടി, ബിസിനസിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് കൊടുക്കണം, അല്ലേ? അപ്പോൾ ഇൻകം ടാക്സ് പോലുള്ള ടാക്സ് ചാർജ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ബിസിനസിന്റെ അക്കൗണ്ടിങ്ങിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പാർട്ടിയാണെന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് അഡ്വൈസേഴ്സ്. സെക്യൂരിറ്റി അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബിസിനസിന്റെ ഡാറ്റകൾ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഷെയർ മാർക്കറ്റിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുമൊക്കെ ട്രേഡ് ചെയ്യപ്പെടുന്ന ഷെയറുകളും ഡിബഞ്ചറുകളും ഒക്കെ അതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്. ഇപ്പോൾ ആളുകൾ ഒരു കമ്പനിയുടെ ഷെയറോ ഡിബഞ്ചറോ വാങ്ങുന്ന ഏത് സമയത്താണ് ആളുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഏത് രീതിയിലാണ് ആ ഷെയറിന്റെ വാല്യൂ, ആ കമ്പനിയുടെ വാല്യൂ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, എന്ത് ട്രെൻഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സെക്യൂരിറ്റി അനലിസ്റ്റുകൾ എല്ലാ സമയത്തും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സെക്യൂരിറ്റിയുടെ, ഒരു കമ്പനിയുടെ ഷെയറിന്റെ അല്ലെങ്കിൽ അതിന്റെ ഡിബഞ്ചറിന്റെ വാല്യൂ എങ്ങനെ വരുന്നു, അതിലെന്ത് ചേഞ്ച് വരുന്നു എന്നുള്ളത് സെക്യൂരിറ്റി അനലിസിസ് എല്ലാ സമയത്തും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരും ബിസിനസിന്റെ പ്രോഫിറ്റബിൾ താല്പര്യമുള്ള, ബിസിനസിന്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ താല്പര്യമുള്ള കക്ഷികളാണെന്ന് പറയാൻ വേണ്ടി. റിസർച്ചേഴ്സ് ആണ്. റിസർച്ച് നടന്ന ആളുകളുണ്ടാവും. പല റിസർച്ചുകളും പല കമ്പനികളുടെയും പ്രോഫിറ്റിനെ കുറിച്ച്, പല ഇൻഡസ്ട്രിയുടെയും ഗ്രോത്തിനെ കുറിച്ച്, ഡെവലപ്മെന്റിനെ കുറിച്ച്, ഫെയിലിയറിനെ കുറിച്ച്, ഇഷ്യൂസിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്ന ആളുകളുണ്ടാവും. അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ബിസിനസിന്റെ അക്കൗണ്ടിങ്ങിനകത്ത് താല്പര്യമുണ്ടാവും. കസ്റ്റമേഴ്സ് ആണ്. കസ്റ്റമേഴ്സും ചില സമയങ്ങളിലെങ്കിലും ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ കുറിച്ച് ബോധമുള്ളവരാവാറുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോഴുള്ള കേസിലൊക്കെ നമ്മൾ കാണുന്ന ഈ റേറ്റിങ്ങുകളുടെ ഒക്കെ കാലമാണ്. നമ്മൾ എന്ത് പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്തും റിവ്യൂസും റേറ്റിംഗും നോക്കിയിട്ട് വാങ്ങുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കസ്റ്റമേഴ്സും സ്വാഭാവികമായിട്ടും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരും ബിസിനസിന്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷനോട് താല്പര്യമുള്ള ആളുകളാണെന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്? ദി ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഇസ് ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള അക്കൗണ്ടിങ് ഒബ്ജക്റ്റീവ് അതാണ്, ബിസിനസിന്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ബിസിനസ് ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതിന്റെ രേഖകളും നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഇതിന് പ്രോഫിറ്റ് ഉണ്ടോ ലോസ് ഉണ്ടോ നമുക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ബിസിനസ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ, ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. ഒരു ബിസിനസ് നമ്മൾ ക്യാരി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസിന്റെ റിസൾട്ട് എന്താണ്, ആ ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണോ ഉള്ളത്, ലോസ് ആണോ ഉള്ളത്, അത് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമുക്ക് കൃത്യമായിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വേണം, റെക്കോർഡ്സ് വേണം. മൂന്നാമത്, ടു ഡെപ്പിക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നുള്ളത് അവതരിപ്പിക്കാനാണ്. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ അർത്ഥം, ഒരു ബിസിനസ് സ്ഥാപനത്തിന് എന്തെല്ലാം അസറ്റ്സും ലയബിലിറ്റീസും ഉണ്ട്, അവർക്ക് ഇങ്ങോട്ട് കിട്ടേണ്ടുന്ന എമൗണ്ട് എന്തെല്ലാം ഉണ്ട്, അവരുടെ ആസ്തികൾ എന്തൊക്കെയുണ്ട്, അവർ കൊടുക്കേണ്ടുന്ന എമൗണ്ട് എന്തൊക്കെയുണ്ട്, ക്യാപിറ്റൽ എമൗണ്ട് എത്രയൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള അതിന്റെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ എന്താണെന്നുള്ളത്, അസറ്റ്സും ലയബിലിറ്റീസും എന്താണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി നമ്മൾ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ടു മേക്ക് ഇൻഫർമേഷൻ അവൈലബിൾ ടു വേരിയസ് യൂസേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിന്റെ ഇൻഫർമേഷൻ എല്ലാ സമയത്തും കുറേ ആളുകൾ നോക്കിക്കാണുന്ന ഇൻഫർമേഷനുകളാണ്. അവരിലേക്ക് നമ്മൾ ഈ ഇൻഫർമേഷൻ എത്തിക്കണം. അത് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്? എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിന്റെ ഫങ്ഷൻസ്? ഓൾമോസ്റ്റ് ദി സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് വൺ ഈസ് സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബിസിനസ് ട്രാൻസാക്ഷൻസിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ. സെക്കൻഡ് വൺ, പ്രൊട്ടക്ടിങ് ദി പ്രോപ്പർട്ടി ഓഫ് ബിസിനസ്.
ബിസിനസിന്റെ പ്രോപ്പർട്ടിയെ പ്രൊട്ടക്ട് ചെയ്യണം, ബിസിനസിന്റെ അസറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം. ബിസിനസ് ഒരുപാട് അസറ്റുകൾ ഉണ്ടാവും, ലാൻഡ് ഉണ്ടാവും, ബിൽഡിംഗ് ഉണ്ടാവും, ഫർണിച്ചർ ഉണ്ടാവും, മെഷീനറീസ് ഉണ്ടാവും, വെഹിക്കിൾസ് ഉണ്ടാവും. ഇങ്ങനെ ഒത്തിരി പ്രോപ്പർട്ടീസ് ബിസിനസ്സിനകത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുന്നത് അതിന്റെ റെക്കോർഡ്സ് വേണം. നമ്മുടെ ഇത്ര രൂപയുടെ ലാൻഡ് നമ്മുടെ കയ്യിലുണ്ട്, ഇത്ര രൂപയുടെ ബിൽഡിംഗ് നമുക്കുണ്ട്, ഇത്ര രൂപയുടെ മെഷീനറി നമുക്കുണ്ട്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ബിസിനസ്സിനകത്ത് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ, വല്ല ഫയർ ആക്സിഡന്റോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ, നമ്മുടെ അസറ്റ്സ് എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്കതിന് ഇൻഷുറൻസ് ക്ലെയിം പോലുള്ള എമൗണ്ട് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ റെക്കോർഡ്സ് ഉണ്ടാവണം. കൃത്യമായിട്ട് നമ്മൾ അതിന്റെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരിക്കലും ബിസിനസിന്റെ ആസ്തികളും മറ്റു വസ്തുവകകളും അത്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ, അത് വേറെ ആരും ഉപയോഗിക്കാതിരിക്കാനും മിസ്യൂസ് ചെയ്യാതിരിക്കാനും എല്ലാം എന്താവശ്യമാണ്? കൃത്യമായിട്ട് പ്രോപ്പർട്ടീസിന് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. കമ്മ്യൂണിക്കേറ്റ് ദി റിസൾട്ട്സ് ടു ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ബിസിനസിന്റെ താല്പര്യമുള്ള ആളുകളിലേക്ക് അക്കൗണ്ടിങ്ങിന്റെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കംപ്ലൈ വിത്ത് ലീഗൽ റിക്വയർമെന്റ്സ്. ലീഗൽ റിക്വയർമെന്റ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യേണ്ടത് അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. കാരണം നമ്മൾ സാധാരണ സോൾ ട്രേഡിംഗ് കൺസേൺസിന്റെ കേസിലൊക്കെ ആകുമ്പോൾ അതിനകത്ത് ലീഗലായിട്ടുള്ള ഫോർമാറ്റോ കാര്യങ്ങളോ ഒന്നും കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷേ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിന്റെ കേസിലൊക്കെ ആകുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ എങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം, അക്കൗണ്ട്സ് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിന്റെ ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇതെല്ലാം കൃത്യമായിട്ട് ഇന്ത്യൻ കമ്പനീസ് ആക്ടിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ അതുപോലെ തന്നെ ലീഗലായിട്ടുള്ള ആ റിക്വയർമെന്റ്സ് എല്ലാം നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗൽ റിക്വയർമെന്റ്സ് എല്ലാം തന്നെ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഫംഗ്ഷനാണ്. നെക്സ്റ്റ്, ഹൗ ക്യാൻ വി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. ബുക്ക് കീപ്പിംഗും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇത്. നമ്മൾ നേരത്തെ ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. നമ്മൾ അക്കൗണ്ടിങ്ങിന്റെയും ഡെഫിനിഷനും ഫംഗ്ഷനും ഒബ്ജക്റ്റീവ്സും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഹൗ ക്യാൻ വി ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദീസ് ടു കോൺസെപ്റ്റ്സ്, ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്? ദിസ് ടേബിൾ discusses the differences between bookkeeping and accounting. On the basis of object, bookkeeping, the aim of bookkeeping is to prepare original books of account, trial balance and final accounts. ബുക്ക്കീപ്പിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് അതിന്റെ ഒറിജിനൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, റെക്കോർഡ് ഉണ്ടാക്കുക, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക, ഫൈനൽ അക്കൗണ്ട്സ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉണ്ടാക്കുക. ഇതാണ് ബുക്ക് കീപ്പിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ ഒന്നുള്ള ബ്രോഡർ ടേമാണ്. ടു റെക്കോർഡ്, ക്ലാസിഫൈ, സമ്മറൈസ്, അനലൈസ് ആൻഡ് ഇന്റർപ്രറ്റ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബുക്ക് കീപ്പിംഗിനകത്ത് എന്ത് മാത്രമേ നമ്മൾ ആ അക്കൗണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ അക്കൗണ്ടിങ്ങിനകത്താകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കൗണ്ട്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷനും സമ്മറൈസേഷനും ഉണ്ട്. അത് മാത്രമേ ബുക്ക് കീപ്പിംഗിലുള്ളൂ. അതിന് പുറമെ എന്തുകൂടെ വരുന്നുണ്ട്? ഈ ഇൻഫർമേഷന്റെ അനാലിസിസും അതിന്റെ ഇന്റർപ്രിട്ടേഷനും കൂടെ എവിടെ വരുന്നുണ്ട്? അക്കൗണ്ടിങ്ങിനകത്ത് വരുന്നുണ്ട്. അത് എവിടെ ചെയ്യുന്നില്ല? ബുക്ക് കീപ്പിംഗിൽ ചെയ്യുന്നില്ല. ബുക്ക് കീപ്പിംഗ് നമ്മൾ ജസ്റ്റ് അതിന്റെ റെക്കോർഡ്സ്, ബുക്ക് ഉണ്ടാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിന്റെ അനാലിസിസോ ഇന്റർപ്രിട്ടേഷനോ ബുക്ക് കീപ്പിംഗിനകത്തില്ല. അത് അക്കൗണ്ടിങ്ങിനകത്ത് മാത്രമേ ഉള്ളൂ. കാരണം അത് സ്കോപ്പാണ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ പോയിന്റ് ബേസിൽ പറയാത്ത നമുക്ക് പറയാൻ പറ്റും ബുക്ക് കീപ്പിംഗിന്റെ സ്കോപ്പ് ലിമിറ്റഡ് സ്കോപ്പാണ്. പക്ഷെ അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് എന്ന് പറയുമ്പോൾ വൈഡർ സ്കോപ്പാണ്. മൂന്നാമത് നേച്ചർ ഓഫ് വർക്കാണ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലറിക്കൽ വർക്കാണ് ആൻഡ് റിപ്പിറ്റേറ്റീവ് നേച്ചർ ആൻഡ് നോ നീഡ് ഫോർ എനി സ്പെഷ്യൽ നോളജ് ആൻഡ് സ്കിൽ. ഒരു ക്ലറിക്കൽ വർക്കാണത്. ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ അത് എഴുതി വെക്കുക, അല്ലെ? റിപ്പിറ്റേറ്റീവ് ആണ്. ഓരോ ട്രാൻസാക്ഷൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിന് പ്രത്യേക സ്കില്ലോ നോളജോ ഒന്നും ആവശ്യമില്ല. ആർക്കും എന്ത് ചെയ്യാം? ഈ അക്കൗണ്ടിങ്, ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ് ചെയ്യാൻ പറ്റും. പക്ഷെ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് നേച്ചറാണ്, കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. റിക്വയർ സ്പെഷ്യൽ നോളജ് ആൻഡ് സ്കിൽ. പ്രത്യേക സ്കില്ലും നോളജും ഉള്ള ആളുകൾക്ക് മാത്രമേ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ് ചെയ്യാൻ സാധിക്കുള്ളൂ, ആ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. Who is responsible for these things? Accounts clerk is responsible for bookkeeping. Bookkeeping ചെയ്യുന്നത് ആരാണ്? അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലെ ക്ലർക്കാണ്. അക്കൗണ്ട്സ് ക്ലർക്കാണ് ബുക്ക് കീപ്പ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് ചെയ്യുന്നതോ ഒരു ക്വാളിഫൈഡ് അക്കൗണ്ടന്റ് ആണ്. ആ മതിയായ ക്വാളിഫിക്കേഷനുള്ള അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും എല്ലാം അറിയുന്ന ഒരു ക്വാളിഫൈഡ് അക്കൗണ്ടന്റ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സ്, ആ ഒരു വർക്ക് ചെയ്യുന്നത്. റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത് ക്വാളിഫൈഡ് അക്കൗണ്ടന്റ് ആണ്. Then what are the limitations of accounting? The first one,
റെക്കോർഡിംഗ് ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ്. മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഒന്നാമത്തെ ലിമിറ്റേഷൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ മോണിറ്ററി ഇഫക്റ്റ് വരുന്നതോ അല്ലെങ്കിൽ മണി വർത്തിന് റിസൾട്ട് ചെയ്തതോ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. പണത്തിൻ്റെ അല്ലാത്ത ഇടപാടിലൊന്നും നമ്മൾ അതിനകത്ത് റെക്കോർഡ് ചെയ്യപ്പെടാറില്ല. ഇപ്പോൾ നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അസറ്റുകൾ നമ്മൾ പറയുമ്പോൾ അതിലെന്തൊക്കെ ഉണ്ടാവും? ലാൻഡ്, പ്ലാന്റ്, ബിൽഡിംഗ് എല്ലാം ഉണ്ടാവും അല്ലേ? അതേപോലെ ഒരു അസറ്റാണ് എന്തും ശരിക്ക് ഹ്യൂമൻ റിസോഴ്സസും അവിടെയുള്ള എംപ്ലോയീസും ഒരു അസറ്റാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? എംപ്ലോയീസിന് ഒരു മോണിറ്ററി വാല്യൂ ഇല്ല, നമ്മളത് റെക്കോർഡ് ചെയ്യുന്നില്ല. മോണിറ്ററി ട്രാൻസാക്ഷൻസ് അല്ല, മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളൂ. നെക്സ്റ്റ്, ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ. സാധാരണ പറയാറുണ്ട് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പോസ്റ്റ്മോർട്ടം അനാലിസിസ്. ഒരു പോസ്റ്റ്മോർട്ടം അനാലിസിസ് ആണ്. എന്താണ് പോസ്റ്റ്മോർട്ടം അനാലിസിസ് എന്ന് പറയുമ്പോൾ? മരിച്ചു പോയ ഒരാളുടെ ബോഡി പരിശോധിക്കുകയാണ്. അതേപോലെ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭവിച്ചു പോയ ഒരു കാര്യമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ ഫ്യൂച്ചറിലേക്ക് വരാനിരിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ തൊട്ടു മുമ്പ് സംഭവിച്ചു പോയിട്ടുള്ള കാര്യം, പാസ്റ്റിൽ സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങളെ റെക്കോർഡ് ചെയ്യുകയാണ് അക്കൗണ്ടിങ്ങിനകത്ത് ചെയ്യുന്നത്. ഇഫക്റ്റ് ഓഫ് പ്രൈസ് ലെവൽ ചേഞ്ചസ് നോട്ട് കൺസിഡേർഡ്. പ്രൈസ് ലെവൽ ചേഞ്ചസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട് ദ വാല്യൂ ഓഫ് ₹1 ടുഡേ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് വാല്യൂ ഓഫ് ₹tomorrow. നമ്മുടെ കയ്യിൽ ഇന്ന് ₹1 ഉണ്ടെങ്കിൽ നാളെ ₹1 ഉള്ളതിനേക്കാൾ അതിന് ഇന്നത്തെ ₹1 വില കൂടുതലാണ്. കാരണം എന്താണ്? നമുക്ക് ഇന്ന് ₹1 വാങ്ങാൻ സാധിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പ്രോഡക്ട്സോ സർവീസോ നാളെ നമുക്ക് ആ ₹1 വാങ്ങാൻ സാധിക്കില്ല. അതിന് കാരണം എന്താണ്? ഇൻഫ്ലേഷൻ്റെ ഇഫക്റ്റ് ആണ് അല്ലേ? പർച്ചേസിങ് പവറിൽ വരുന്ന ചേഞ്ച് ആണ്. ഇത് നമ്മൾ എവിടെ പരിശോധിക്കുന്നില്ല? അക്കൗണ്ടിങ്ങിൽ നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ഇന്നത്തെ ₹1 നാളത്തെ ₹1 ഒരേ വിലയാണ് അക്കൗണ്ടിങ്ങിനകത്ത് കാണുന്നത്. പ്രൈസ് ലെവൽ ചേഞ്ച് കൺസിഡർ ചെയ്യാതെയാണ് നമ്മൾ അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദി കൺസേൺ ആസ് എ ഹോൾ. ബിസിനസ്സിനെ മൊത്തത്തിലുള്ള ഇൻഫർമേഷനാണ് അക്കൗണ്ടിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ഓവറോൾ ഇൻഫർമേഷനെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. മൊത്തം ബിസിനസിന്റെ പ്രോഫിറ്റ് എന്താണ്, മൊത്തം ബിസിനസിന്റെ ലോസ് എന്താണ്, നമുക്കിത് മാത്രമേ എവിടെ നിന്ന് കിട്ടുള്ളൂ? ബിസിനസിന്റെ സ്റ്റേറ്റ്മെന്റ് നിന്ന് കിട്ടുള്ളൂ. ഒരിക്കലും എന്ത് കിട്ടില്ല? അതിനകത്ത് ഓരോ പ്രോഡക്റ്റ് വിൽക്കുമ്പോഴുള്ള പ്രോഫിറ്റ് എന്താണ് നമുക്കത് അറിയാൻ പറ്റില്ല. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രോഫിറ്റ് എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ഡിവിഷന്റെയും ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രോഫിറ്റ് എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ പ്രോഡക്റ്റ് വൈസോ ഡിപ്പാർട്ട്മെന്റ് വൈസോ ഡിവിഷൻ വൈസോ നമുക്ക് ഇൻഫർമേഷൻ അവൈലബിൾ അല്ല. അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ അത് ഓവറോൾ ഇൻഫർമേഷൻ മാത്രം, മൊത്തം ബിസിനസിന്റെ റിസൾട്ട് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ലിമിറ്റേഷൻ. പേഴ്സണൽ ബയാസ് ഓഫ് അക്കൗണ്ടന്റ് അഫക്ട്സ് അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ നമ്മൾ അക്കൗണ്ടിങ്ങിനകത്ത് അക്കൗണ്ടന്റിന്റെ പേഴ്സണൽ ബയാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു അക്കൗണ്ടന്റ് രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്, നമ്മൾ അക്കൗണ്ടിങ്ങിനകത്ത് വരുന്നത്. അക്കൗണ്ടിന് തെറ്റായ രീതിയിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒരിക്കലും എന്താവില്ല? ബിസിനസിന്റെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആവില്ല. അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളായിരിക്കില്ല, കൃത്യമായ പ്രോഫിറ്റ് ആയിരിക്കില്ല, കൃത്യമായ ലോസ് ആയിരിക്കില്ല, കൃത്യമായ അസറ്റ്സ് ആയിരിക്കില്ല, ലയബിലിറ്റീസ് ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ അക്കൗണ്ടന്റിന്റെ പേഴ്സണൽ ബയാസ്, അയാളുടെ പ്രിജുഡിസ്, അയാളുടെ ഭാഗത്തുണ്ടാകുന്ന അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ അക്കൗണ്ടിനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ദീസ് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ദി അക്കൗണ്ടിങ്. ഓക്കെ, താങ്ക് യു.